ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഹരിനാമ കീർത്തനത്തിലെ 59, 60 പദ്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സഗുണ ആരാധനയെക്കുറിച്ചും നിർഗുണ ആരാധനയെക്കുറിച്ചും നിർഗുണോപാസനയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു രൂപത്തെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഉള്ള ആരാധനയാണ് സഗുണ ആരാധന. അപ്പോൾ ഇങ്ങനെ സാകാരമായിട്ട് ഒരു ആകാരത്തെ നോക്കിക്കൊണ്ട് പിന്നെ നമ്മൾ ഭഗവാനെ ഭജിക്കുമ്പോൾ വിരാട് രൂപത്തിലുമൊക്കെ നമുക്ക് ഭാവന ചെയ്യാമെന്നും പറയുന്നു. അങ്ങനെയൊക്കെ ഭാവന ചെയ്യുമ്പോൾ ആ ഭക്തനെ ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് സ്വരൂപബോധമുള്ളവനാക്കി തീർക്കണമെന്ന് ആണ് ഈ പദ്യങ്ങളിൽ ഇനി പറയുന്നതൊക്കെ. അപ്പോൾ മാത്രമല്ല, ഭഗവത് ഭക്തി നിരന്തരം വർദ്ധിക്കാനായിട്ട് തൻ്റെ ഹൃദയത്തിൽ കുടികൊണ്ട് ഹൃദയത്തിലെ അഴുക്കുകളെ, ഹൃദയമലങ്ങളെ ശുദ്ധീകരിച്ച് തരണമെന്ന് പറയുന്നതാണ് 60ാമത്തെ പദ്യം. അപ്പോൾ ഇന്ന് 59, 60 പദ്യങ്ങൾ നോക്കാം. എഴുത്തച്ഛൻ എന്ന മഹാഗുരുവിന് പ്രണാമം. ഗുരുഭ്യോ നമ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. അപ്പോൾ ചൊല്ലാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ശക്തിക്കു തക്ക വഴി യുദ്ധം ഭജിപ്പവന് ഭക്ത്യാ വിദേഹ ദൃഢവിശ്വാസമോടുമത ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്നു ഹരിനാരായണായ നമ. 60ാമത്തെ പദ്യം. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമതവാസ്ഥാനരംഗമിത് തത്രാപി നിത്യവും ഒരിക്കാലിരുന്നരുൾക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഇവിടെ നമ്മൾ സാകാര രൂപത്തിൽ ആ ഒരു രൂപം കണ്ടുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഭജിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭക്തൻ്റെ നേരെയും അതുപോലെ വിരാട് രൂപത്തിൽ പ്രപഞ്ചം തന്നെ ഭഗവാൻ എന്നുള്ള രൂപത്തിൽ ഭാവന ചെയ്ത് ഭജിക്കുമ്പോഴും ആ ഭഗവാൻ കാരുണ്യം ചൊരിയുന്നു അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നു അവനെ, അല്ലെങ്കിൽ അയാളെ സ്വരൂപബോധമുള്ളവനാക്കി തീർക്കുന്നു. അതെങ്ങനെയെന്നൊക്കെയാണ് പറയുന്നത്. ശക്തിക്കു തക്ക വഴിയുത്തം ഭജിപ്പവന് ഭക്ത്യാ വിദേഹ ദൃഢവിശ്വാസമോടുമത ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്നു ഹരിനാരായണായ നമ. ഇപ്പം ശക്തിക്ക് തക്ക വഴി യുത്തം ഭജിപ്പവന് അത് എന്ന് പറയുമ്പോൾ തൻ്റെ കഴിവിനനുസരിച്ച് പ്രണവോപാസന ചെയ്യുന്നു, സഗുണോപാസന ചെയ്യുന്നു. പ്രണവോപാസന എന്ന് പറയുമ്പോൾ ഓംകാര ജപങ്ങൾ ചെയ്യുന്നു. സഗുണോപാസന എന്ന് പറയുമ്പോൾ ഒരു രൂപത്തെ ആരാധിക്കുന്നു. വിരാട് രൂപോപാസന, വിരാട് രൂപം എന്ന് വെച്ചാൽ പ്രപഞ്ചം തന്നെ ദൈവമാണ് അല്ലെങ്കിൽ ഭഗവാൻ എന്നുള്ള ആ രീതിയിൽ ഉള്ള ഉപാസനയ്ക്കാണ് വിരാട് രൂപ ഉപാസന. ഇവയിൽ ഏതെങ്കിലും അഭ്യസിച്ച് സത്യം തിരയുന്ന ആളുകൾക്ക് ഭക്തിയാ വിദേഹ ദൃഢവിശ്വാസമോടും ഭക്തിയോടും ഒപ്പം ഭക്തി ഉണ്ടാവുന്നു, അതിൻ്റോടൊപ്പം താൻ ഈ ദേഹമല്ല ആത്മാവാണ് എന്ന ഭാവനയും വർദ്ധിപ്പിച്ച് തവ തൃക്കാൽ പിടിപ്പതിന് അങ്ങയുടെ വ്യക്തമായ സ്വരൂപം കണ്ടെത്തി ആശ്രയിക്കുന്നതിന്. തവ തൃക്കാൽ പിടിപ്പതിനെന്ന് പറയുമ്പോൾ ഭഗവാന്റെ രൂപം ആശ്രയിക്കുന്നതിന് അയക്കുന്നതെന്ന് അനുവദിക്കുന്നത് എന്നാണ് ഭഗവാനെ. നാരായണന് നമസ്കാരം. അപ്പം അവനവൻ്റെ കഴിവിനനുസരിച്ച് പ്രണവോപാസന, നിർഗുണോപാസന, സഗുണോപാസന, വിരാട് രൂപ ഉപാസന ഇവയിൽ ഏതെങ്കിലും അഭ്യസിച്ച് സത്യം തിരയുന്ന അവന് ഭക്തിയോടൊപ്പം തന്നെ ഞാൻ ദേഹമല്ല എന്നും ആത്മാവാണ് എന്നും ഉറപ്പായ ഭാവനയോടുകൂടി നിരന്തരം അഭ്യസിച്ച് വർദ്ധിച്ച ഭക്തിയോടുകൂടി അങ്ങയുടെ വ്യക്തമായ രൂപത്തെ കണ്ടെത്തി ആശ്രയിക്കുന്നതിന് അനുവദിക്കുന്നത് ഇനി എന്ന് ചോദിച്ചുകൊണ്ട് നാരായണന് നമസ്കാരം എന്ന് എഴുത്തച്ഛൻ പറയുന്നു. അതായത് ഇവിടെ ഭക്തിയുടെ മാഹാത്മ്യം, അതുപോലെ ഭഗവാന്റെ കാരുണ്യം,
അതിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ ഭഗവങ്കൽ ഭക്തി വന്നിട്ടാണ് അന്വേഷണം ആരംഭിക്കുന്നത് എല്ലാവരും. അപ്പോൾ ആദ്യം വരുന്നത് ഭക്തിയാണ്, പിന്നെയാണ് സത്യത്തെ അന്വേഷിക്കുന്നത്, സത്യാന്വേഷണം ആരംഭിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ ഭഗവാൻ ആ ഒരു കാരുണ്യനിധിയും അതുപോലെ ആനന്ദസ്വരൂപനുമായ ഭഗവാൻ സ്നേഹമുള്ളവരോട്, ഭഗവാനോട് സ്നേഹം എന്ന് പറയുമ്പോൾ വെറുതെ സ്നേഹമാവില്ല. കാരണം ഭഗവാനെ ആ ഒരു നിഷ്കളങ്ക മനസ്സോടുകൂടി സമീപിക്കുന്നവർക്ക് മാത്രമേ ഭഗവാന്റെ സ്നേഹം കിട്ടൂ. അപ്പോൾ ഭക്തി വർദ്ധിക്കും തോറും ഭഗവാനെ കൂടുതൽ കൂടുതൽ അറിയാനും അങ്ങനെ ഗുരുവായൂരപ്പനുമായിട്ട് ഏകീഭവിക്കാനും സാധിക്കും. ഇതാണ് ഭക്തിയുടെ മാഹാത്മ്യം. അപ്പോൾ ഭഗവാൻ 18-ാം അധ്യായത്തിൽ പറയുന്ന ഭക്തിയാ മാം അഭിജാനാതി യാവാനേശ്ചാസ്മിത തത്വതഃ തഥോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്തി കൊണ്ട് എത്രമാത്രം വലുതാണ് ഭഗവാൻ എന്ന് പറഞ്ഞിരുന്നു. അതായത് ഗീത 18-ാം അധ്യായം 55-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറഞ്ഞത്. ഭക്തിയാം മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മിത ത്വതഃ തഥോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തത് അനന്തരം. അതാണ് 18-ാമത്തെ ചാപ്റ്ററിലെ 55-ാമത്തെ ശ്ലോകം. അത് പറയുന്നത് ഭക്തി കൊണ്ട് ഭഗവാൻ എത്ര വലുതാണ്, യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. എന്നാൽ ആ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ സ്വരൂപം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭഗവാനിൽ പ്രവേശിച്ച് ഭഗവാനായിട്ട് തീരാൻ ആവുന്നതാണ് ഓരോരുത്തർക്കും. ഈ രഹസ്യമാണ് ഭഗവാൻ ആചാര്യനിലൂടെ പറഞ്ഞു തരുന്നത്. ഭക്തിയാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിന് അയക്കുന്നതെന്ന്. എന്നാണ് ഭഗവാനെ പൂർണ്ണമായും ഭഗവാനിൽ അലിഞ്ഞു ചേരുന്നത് എന്ന് ഈ പദ്യഭാഗത്തിൽ ചോദിക്കുന്നു. ഭഗവത് ഭക്തി നിരന്തരം വർദ്ധിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? തൻ്റെ ഹൃദയത്തിലെ ഷഡ്വൈരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാമക്രോധ ലോഭമോഹ മതമാത്സര്യം എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ എങ്ങനെയൊക്കെയാണ് അത് മാറ്റേണ്ടത്, അല്ലെങ്കിൽ അത് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും പദ്യങ്ങളിലൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത പദ്യം, ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമതവാസ്ഥാനരംഗമിതു തത്രാപി നിത്യവും ഒരിക്കാലിരുന്നരുൾക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമഃ. അപ്പം മമ ചിത്താംബുജം, എൻ്റെ ഹൃദയപത്നം ഷഡ്വൈരികൾക്ക്, കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം, ഇതാണ് 6 വൈരികൾ, ശത്രുക്കളാണ്. ആ ആത്മശത്രുക്കളുടെ വിളയാട്ടത്തിന് ആക്കരുത് എൻ്റെ ഹൃദയം എന്നാണ് പറയുന്നത്. അപ്പോൾ കൂത്തരങ്ങാക്കി തീർക്കരുത്, വിളയാട്ടത്തിനാക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂത്തരങ്ങാക്കി തീർക്കരുത്. ഇത് ഈ ചിത്തം, ഈ മനസ്സ് തവ ആസ്ഥാനരംഗം, ഭഗവാന് അരുളാനുള്ള സ്ഥലമാണ്, അതിനെ ഈ ഷഡ്വൈരികളുടെ കൂത്തരങ്ങായിട്ട് മാറ്റരുതെന്ന്. ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ ഷഡ്വൈരികളുടെ ആ പിടിയിൽ പെടുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ദുഷ്ടതരങ്ങൾ, ദ്രോഹങ്ങൾ, പിന്നെ അതുപോലെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നമ്മൾ ഈ ലോകം കണ്ടാലറിയും, ഈ സമൂഹത്തിലേക്ക് നോക്കിയാലറിയും. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ ഭഗവാൻ ഇരുന്ന് അരുളാനുള്ള സ്ഥലമാണ് ചിത്തം എന്നറിയാതെ വിശ്വൈകവന്ധ്യ, ലോകം മുഴുവൻ ഭജിക്കുന്ന ഭഗവാൻ ഹരിനാരായണ നമ, ഹരിനാരായണന് നമസ്കാരം, അങ്ങേക്ക് നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരിക്കലെങ്കിലും ഇരുന്നരുളുക, എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാനെ ഇരുന്നരുളുക. അപ്പോൾ വലിയൊരു തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ദുഷ്ട ചിന്തകളുള്ള ഇടത്ത് ഭഗവാൻ ഒരിക്കലും വരില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ മറ്റുള്ളവർക്ക് എന്തൊക്കെ ദുഷ്ടതരങ്ങൾ ചെയ്യാം, എന്തൊക്കെ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്നൊക്കെ ചിന്തിച്ച് കൂട്ടുന്നവർക്ക് വീണ്ടും വീണ്ടും അവർ നാശത്തിലേക്ക് പതിക്കുകയുള്ളൂ. അപ്പോൾ ലോകം മുഴുവൻ ഭജിക്കുന്ന അല്ലയോ ഭഗവാൻ, എൻ്റെ ഹൃദയപത്മം ഈ ഷഡ്വൈരികൾ കാമക്രോധ ലോഭമോഹ മതമാത്സര്യം കൊണ്ട് ഒരു കൂത്തരങ്ങായിട്ട് തീർന്നിരിക്കുന്നു. ഭഗവാനെ ഇരുന്നരുളുവാനുള്ള സ്ഥലമാണിത് എന്നറിയാത്ത മനുഷ്യൻ ദിവസേന ഒരിക്കലെങ്കിലും എനിക്ക് കാണത്തക്കവണ്ണം ഭഗവാനെ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ ഇരുന്നരുളുക എന്ന്
നമുക്ക് അങ്ങനെയാണ് മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഭജിക്കേണ്ടത്. എന്നാൽ മനുഷ്യൻ ഇന്ന് ഈ ഒരു ഷഡ്വൈരികളെ ഹൃദയത്തിൽ ചിത്തത്തിൽ ഇരുത്തിക്കൊണ്ട് ഈ ശത്രുക്കളായിട്ടുള്ള ഷഡ്വൈരികളെ അവിടെ ഇരുത്തിക്കൊണ്ട് ബോധസ്വരൂപനായ ഭഗവാനെ അറിയാൻ അവന് കഴിയില്ല. കാരണം ഇത്രയും 6 ശത്രുക്കൾ അവിടെ ഇരിക്കുകയാണ്. അവിടേക്ക് എങ്ങനെ ഭഗവാന് കടന്നു വരാൻ പറ്റും? അപ്പോൾ അവൻ നിത്യമായിട്ടുള്ള ഇരുട്ടിലേക്കും നാശത്തിലേക്കും പതിക്കും എന്നാണ് പറയുന്നത്. ഭഗവാൻ ഗീത 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമാത് ക്രോധോപിജായതേ എന്ന്. അതായത് വിഷയങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവൻ സംഘം കാമത്തിന് അടിമപ്പെട്ട്, അതുപോലെ കാമാത് ക്രോധോപിജായതേ അവന് സംഘം കൊണ്ട് കാമം ഉണ്ടാവുകയും കാമാത് ക്രോധോപിജായതേ കാമം കൊണ്ട് ക്രോധം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതി വിഭ്രമ. ക്രോധം കൊണ്ട് മോഹം ദുഃഖം ഉണ്ടാകുന്നു. സമ്മോഹാത് സ്മൃതി വിഭ്രമ, ആ മോഹം കൊണ്ട് അല്ലെങ്കിൽ ആ ദുഃഖം കൊണ്ട് ബുദ്ധി തന്നെ നശിച്ചു പോകുന്നു. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. സ്മൃതിഭ്രംശം വരുമ്പോൾ ബുദ്ധിനാശം വരുന്നു. ബുദ്ധിനാശം കൊണ്ട് പൂർണ്ണമായിട്ടുള്ള നാശവും സംഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഭഗവാൻ ഈ 2 പദ്യത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ പറയുന്നു, ജീവിത ലക്ഷ്യം എന്ത് എന്നറിയാതെ മനസ്സിനെ മതമാത്സര്യങ്ങൾ കൊണ്ട് നിറച്ച് ബുദ്ധിയെ ഇല്ലാതെയാക്കുന്നു. അതുപോലെ ബുദ്ധിനാശത്തോടുകൂടി സർവനാശവും സംഭവിക്കാൻ ഇടവരുന്നു എന്നും, ജ്ഞാനത്തിൻ്റെ പരമശത്രുവായിട്ടുള്ള കാമക്രോധ ലോഭമോഹ മാത്സര്യം തുടങ്ങിയ ആ ഷഡ്വൈരികൾ നിരന്തരമായ ഈശ്വര സ്മരണയെ അകറ്റുന്നു. അപ്പോൾ അങ്ങനെ ആ ഈശ്വര സ്മരണ അകറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ തൻ്റെ ഉള്ളിൽ ഇരുന്ന് അരുളാൻ സമ്മതിക്കാത്ത ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഉള്ള ഒരു വലിയ ഒരു സത്യമാണ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ സത്യം അന്വേഷിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് നല്ല ഒരു ഹൃദയശുദ്ധി നേടിയെടുക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനം മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ആ മനസ്സ്, അത് ഒരിക്കലും അഭിവൃദ്ധിയിലേക്ക് നയിക്കില്ല. വീണ്ടും വീണ്ടും ദുഃഖത്തിലും നാശത്തിലേക്കും ഇരുട്ടിലേക്കും തള്ളിയിടും എന്നും ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ 2 ശ്ലോകങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഒന്നും കൂടെ ചൊല്ലാം. 59, 60 പദ്യങ്ങൾ. ശക്തിക്കു തക്ക വഴിത്തം ഭജിപ്പവന് ഭക്ത്യാ വിദേഹ ദൃഢവിശ്വാസമോടുമത ഭക്ത്യാത കടന്നു തവ തൃക്കാൽ പിടിപ്പതിന് അയക്കുന്നതെന്ന് ഹരിനാരായണായ നമ. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമതവാസ്ഥാനരംഗമിത് തത്രാപി നിത്യവുമൊരിക്കാലിരുന്നരുൾക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എല്ലാവർക്കും നമസ്കാരം, നന്ദി, നമസ്കാരം. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഓം തത്സത്. ഹരേ കൃഷ്ണ.